രാവിലെ 5 മണിക്ക് എണീറ്റ് CA പഠിക്കും. മീൻസ് ഇത് രണ്ടും പേപ്പർ 2 രണ്ടും സെയിം ആയതുകൊണ്ട് പേപ്പർ 2ഉം CA പോർഷൻസ് ഏകദേശം സെയിം ആയതുകൊണ്ട് അത് അങ്ങനെ പഠിക്കും. അങ്ങനെ ഡെയിലി ഇങ്ങനെ അതിന് വേണ്ടി ടൈം കണ്ടെത്തി അങ്ങനെ പഠിച്ചാണ് നെറ്റ് കിട്ടിയെങ്കിൽ അതിൽ ഒതുങ്ങാണ്ട് JRF എന്ന ഒരു രീതിയിൽ പോവുക. അതും കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും CAയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും കുറച്ചും കൂടെ നല്ലത്. ജോലി കിട്ടിയാലും ആ ജോലി ഒതുങ്ങാണ്ട് പുതിയ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളിങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു റാങ്ക് വേണമെന്നുള്ളത്. അപ്പം ഇങ്ങനെ എപ്പോഴും പറയും റാങ്ക് വാങ്ങണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പഠിച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അതും ഭാഗ്യവും അച്ഛൻ്റെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്വേതയാണ്. നെറ്റ് എക്സാമിൽ കൊമേഴ്സ് സബ്ജക്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തത്. ഡിസംബർ 2025 പരീക്ഷയിൽ നെറ്റ് ക്വാളിഫൈഡ് ആയ വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. വെൽക്കം ശ്വേത. താങ്ക് യു സർ. ആദ്യമേ തന്നെ ഈ നെറ്റ് പരീക്ഷയിലേക്ക് എത്തിയ ജേർണി ഒന്ന് പറയാമോ? PG ഏത് വർഷമായിരുന്നു, എവിടെയാണ് പഠിച്ചത്, നെറ്റ് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ? ഞാൻ PG 2023-24 ബാച്ചായിരുന്നു. നെഹ്റു കോളേജ് കാഞ്ഞങ്ങാടിലാണ് പഠിച്ചത്. അവിടുന്ന് പഠിക്കുമ്പോൾ തന്നെ ഞാൻ നെറ്റ് എക്സാം എഴുതി നോക്കി. അന്നേരം ചെറിയ പേഴ്സൻറ്റേജിൽ നെറ്റ് മിസ്സായിപ്പോയി. അങ്ങനെ ഞാൻ എന്താക്കി പറഞ്ഞാൽ ഇങ്ങനെ അതിൽ പേപ്പർ 1 ആയിരുന്നു എനിക്ക് വീക്കായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ പേപ്പർ 1 ഫോക്കസ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ I+ പരിചയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് ക്ലാസ്സസ് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാൽ ഇത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. സാറായിരുന്നു ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്, മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്താക്കി പറഞ്ഞാൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം എടുത്തു. രണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടും കൂടി എടുത്തു. അച്ഛൻ്റെ ഒരു നിർദ്ദേശം. അതെ, അച്ഛൻ പറഞ്ഞു രണ്ടും കൂടി എടുത്തോ, പേപ്പർ 1 മാത്രം. തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ ചെറിയ മാർക്കിന് മിസ്സായി. ഇപ്രാവശ്യം പക്ഷെ നല്ല മാർജിനിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. കൺഗ്രാറ്റുലേഷൻസ്. അത് മാത്രമല്ല, നെറ്റ് കഴിഞ്ഞ ഉടനെ കോളേജിൽ അധ്യാപികയായിട്ട് ജോലിയും കിട്ടിയല്ലേ? കുറെ പേരിങ്ങനെ ചോദിക്കാറുണ്ട് നെറ്റ് കഴിഞ്ഞാൽ എന്താ പ്രയോജനം എന്ന്. നെറ്റ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഈ മൺഡേ മുതൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അല്ലേ? ഒത്തിരി സന്തോഷം. കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുക മാത്രമല്ല, അവർക്കൊരു ജോലിയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ CA ഇന്ററിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും. ആ ജേണി എങ്ങനെയാണ്? കുറച്ച് കൊമേഴ്സ് കുട്ടികൾക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരു ജേണി ആയിരിക്കും അത്. നെറ്റും CAയും അതായത് നെറ്റ് എടുത്ത് എനിക്ക് PhD ചെയ്ത് ഡോക്ടറേറ്റും വേണം, അതേപോലെ CAയും ആവണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിക്കുന്നുണ്ടായത്. വൈകുന്നേരം ഞാൻ കറന്റ് ജോബിന് പോവായിരുന്നു, അക്കൗണ്ടൻ്റായി ജോലിക്ക് പോവായിരുന്നു. അപ്പം 5:30 ഞാൻ വീട്ടിലെത്തുക. കുളിച്ചൊക്കെ ഫ്രഷായി ഒരു 7 മണിയാകുമ്പോഴേക്കും ഞാൻ നെറ്റ് പ്രിപ്പറേഷൻ തുടങ്ങും. എന്നിട്ട് ഒരു 12 മണി വരെ ഞാൻ നെറ്റ് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് പഠിക്കും, നോട്ട്സും പ്രിപ്പയർ ചെയ്യും, പഠിക്കും. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് എണീറ്റ് CA പഠിക്കും. മീൻസ് ഇത് രണ്ടും പേപ്പർ 2 രണ്ടും സെയിം ആയതുകൊണ്ട് പേപ്പർ 2ഉം CA പോർഷൻസ് ഏകദേശം സെയിം ആയതുകൊണ്ട് അത് അങ്ങനെ പഠിക്കും. അങ്ങനെ ഡെയിലി ഇങ്ങനെ അതിന് വേണ്ടി ടൈം കണ്ടെത്തി അങ്ങനെ പഠിച്ചാണ്. എനിക്ക് തന്നെ കുറച്ച് റെസ്പെക്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ ടൈം ജോബ് ചെയ്തു, വൈകുന്നേരം വരെ ഫുൾ ടൈം ഒരു പ്രൈവറ്റ് ജോലി ആകുമ്പോൾ അതിന്റെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മനസ്സിലാക്കാം. 1 മിനിറ്റ് വൈകാനോ ഒന്നും പാടില്ല, എല്ലാ ദിവസവും അവിടെ ചെല്ലണം. പിന്നെ പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിൽ എല്ലാ പരിപാടികളും ഒതുക്കി 12 മണി വരെ പഠനം. രാവിലെ 5 മണിക്ക് എണീറ്റാ വീണ്ടും പഠിക്കുക തന്നെ. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. കാര്യം എനിക്ക് അടക്കം മാതൃകയാക്കാവുന്ന ഒരാളാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമുണ്ട്. ഇന്ററിന്റെ പ്രിപ്പറേഷനിലും വളരെ ചെറിയ മാർക്കിന് അല്ലെ, വിരലിലെണ്ണാവുന്ന സ്കോറിനാണ്. അതെ, 10 മാർക്കിന് ഗ്രൂപ്പ് പോയത്, അതാ മിസ്സായി പോയത്. അത് കുഴപ്പമില്ല. പക്ഷെ ഈ രീതിയിൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്വേത എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവും നമ്മുടെ ഈ മീറ്റിംഗും ഒക്കെ അടുത്തൊരു വർഷത്തേക്കുള്ള എനർജി ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും കാസർഗോഡ് മണ്ണിലേക്ക് എനിക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ട്. അതൊരു JRF നേട്ടത്തിലൂടെ അല്ലെങ്കിൽ CA ആയി കഴിയുമ്പോൾ നമുക്ക് ഇനിയും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കാണണം. ഇപ്പൊ കുട്ടികളുടെ അടുത്ത് ഈ കൺസിസ്റ്റൻസിക്കൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന PG ഒക്കെ കഴിഞ്ഞിറങ്ങിയ ഒരുപാട് പേര് ഇന്റർവ്യൂകൾ കാണുന്നുണ്ടാവും, നമ്മുടെ വിളിച്ചന്വേഷിക്കുന്നുണ്ടാവും. അവരുടെ അടുത്തൊക്കെ പറയാൻ എന്താ ഉള്ളത്? PG കഴിഞ്ഞുള്ള സമയം ഞാൻ എപ്പോഴും പറയും, കോളേജിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ പറയും. പക്ഷെ നേരിട്ട് അനുഭവമുള്ള ശ്വേതയുടെ പ്രിപ്പറേഷൻ ജേർണി കേൾക്കുമ്പോൾ കുറച്ചുകൂടി വില ശ്വേതയുടെ വാക്കുകൾക്കുണ്ടാവും ഞാൻ കരുതുന്നു. ശ്വേതയുടെ ഒരു സജഷൻ എന്താ? വെറുതെ ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക.
പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് തന്നെ പഠിച്ചുകൊണ്ടുണ്ടായാലും നമുക്ക് പുതിയ കാര്യങ്ങൾ അതിൽ നിന്നും കിട്ടും. അപ്പം അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങൾ വെക്കുക, പുതിയ എയിംസ് വെക്കുക. അപ്പം നെറ്റ് കിട്ടിയെങ്കിൽ അതിൽ ഒതുങ്ങാണ്ട് JRF എന്ന ഒരു രീതിയിൽ പോവുക. അതും കഴിഞ്ഞിട്ട് വേറെ അല്ലെങ്കിൽ CAയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനും കുറച്ചും കൂടി നല്ലത്. ജോലി കിട്ടിയാലും ആ ജോലി ഒതുങ്ങാണ്ട് പുതിയ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളിങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തോണ്ടിരിക്കുക. അതാണല്ലോ ഗ്രോത്ത് ഉണ്ടാകലും. അതെ, പഠിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ആ ഒരു പെട്ടെന്നൊരു പരിപാടി തീർന്ന പോലെ അവിടെ കൊണ്ട് നിർത്തരുത് എന്നാണ് ശ്വേത പറയുന്നത്. അതെ അതെ. ഡിഫിക്കൽട്ട് ഏരിയ ആയിരുന്നു പേപ്പർ 1 എന്നൊരു അനാലിസിസ് നടത്തി പറഞ്ഞു. അതിലെ തന്നെ ഡിഫിക്കൽട്ട് ഏരിയകൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട്. അതെങ്ങനെ ടാക്കിൾ ചെയ്തു? അത് നമ്മൾ എഴുതി തന്നെ പഠിക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറേ പ്രോബ്ലംസ് ചെയ്യുക. I+ലാണെങ്കിൽ സർ ഒരുപാട് പ്രോബ്ലംസ് തരുന്നുണ്ട്. അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ചെയ്ത പ്രോബ്ലംസ് തന്നെ മാക്സിമം ടൈമിൽ ഒതുക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് 10 മിനിറ്റിൽ ചെയ്തെത്തുന്ന പോലെ 5 ചോദ്യങ്ങൾ എപ്പോൾ റെഡി ആവുന്നു അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമുക്ക് ആ ഒരു എമൗണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണ്, അത് അങ്ങനെ ചെയ്യേണ്ടതാണ്, നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്ത് അത് മനപ്പാടമാവുന്ന പോലെ പ്രാക്ടീസ് ആയി കണ്ടാൽ ഇതാണ് ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ഇത് ഈ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് ഈ പാസ്വേഡ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കർമാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പാസ്വേഡ് അറിയില്ലെങ്കിൽ എല്ലാ പോസിബിൾ ലെറ്റേഴ്സും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം അത് തുറക്കുമല്ലോ. ശ്വേത അതുപോലെ എനിക്ക് പറ്റുന്നില്ലേ, ഞാനെന്നാ പഠിച്ചിട്ട് എനിക്കത് പറ്റുന്നവരെ ഞാൻ പഠിക്കും. അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കൂടി ഇൻസ്പിറേഷൻ ആണ് ശ്വേതയെ പോലെയുള്ള സ്റ്റുഡൻസ്. മുന്നോട്ടുള്ള ജേർണിയിലും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഈ ഇന്റർവ്യൂ ഞാനൊരു ഫസ്റ്റ് പാർട്ടായിട്ടേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇനിയും ഞാൻ വരും. JRF നേടണം. അതൊരു ഫുൾ ടൈം ജോലി പോലെ PhD ചെയ്യാം. 25 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ നമുക്ക് CA എഴുതിയെടുക്കണം. അതുപോലെ മികച്ച അധ്യാപികയായിട്ട് പേരെടുക്കാനാവുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. കാര്യം റിലൻലെസ് ആയിട്ട് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാളാവണം എപ്പോഴും അധ്യാപിക. അതിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.